നമസ്കാരം. ക്രൈസ്തവരെ പാട്ടിലാക്കാമെന്ന ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ പാളുകയാണ്. ക്രിസ്മസ് ആഘോഷങ്ങളിലെ ആക്രമണങ്ങളിൽ ബി.ജെ.പിക്കെതിരായ വിമർശനം ആവർത്തിച്ചിരിക്കുകയാണ് തൃശൂർ ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ മിലീത്തിയോസ്. ഈ രാജ്യത്ത് സവർണ ഹിന്ദുക്കൾ അല്ലാതെ മറ്റാരും പാടില്ലെന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അത് നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല. അത് തന്ത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ. ആ തന്ത്രമാണ് പ്രധാനമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതു മുതൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു നടപടി പല തലങ്ങളിലും പല ശൈലിയിൽ നടപ്പാക്കുന്നുണ്ട്. അതിന്റെ പുതിയ ഉദാഹരണങ്ങളായി രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതാക്കളെ പ്രധാനമന്ത്രി CBCI ആസ്ഥാനത്ത് പോയി അവിടെയുള്ള പുൽക്കൂട്ടിൽ പുഷ്പാർച്ചന നടത്തുന്നതാണ്. അതേസമയം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക ഘടകം പാലക്കാട് 2 സ്കൂളുകളിൽ ഇതേ പുൽക്കൂട് നശിപ്പിക്കുകയും അത് ക്രമീകരിച്ച അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്മസ് കരോൾ സർവീസുകളെ ശല്യപ്പെടുത്തുന്ന ഒരേ സമയം നേതൃത്വത്തെ പ്രീണിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ഊതിക്കൊണ്ട് കഴുത്തറക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ആ സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ഈ രാജ്യത്ത് സവർണ ഹിന്ദുക്കൾ അല്ലാതെ മറ്റാരും പാടില്ലെന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അല്ലാത്തവർ ഒന്നുകിൽ പുറത്തു പോവുകയോ അല്ലെങ്കിൽ അടിമകളായി ജീവിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അത് അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല. അത് തന്ത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ. ആ തന്ത്രമാണ് പ്രധാനമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിനെതിരെ BHP നേതാക്കളെത്തി ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് തത്തമംഗലം ചെന്താമര നഗർ GB UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ ഉണ്ടാക്കിയ പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. 2 സംഭവങ്ങളും അന്വേഷിക്കുന്നതിനായി ചിറ്റൂർ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായും സ്കൂൾ സന്ദർശിച്ച ശേഷം മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. സമീപത്തെ കടകളിലും വീടുകളിലുമുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.